പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിടും ഭൂവിലെ മാലാഖമാർ. സ്വന്തവേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനുഷ്യഹൃദയങ്ങളിലെ നിരാശയുടെ മേൽ കർത്താവിൻ്റെ ദൈവസ്നേഹം പെയ്തിറങ്ങുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തദാസനായ ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ തൻ്റെ സഹനത്തിൻ്റെ നടുവിലും ദൈവശക്തിയെക്കുറിച്ച് ജോബ് ഇപ്രകാരം പറയുന്നു: അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. ഇന്ന് ഖത്തർ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള നേഴ്സിൻ്റെ സഹന ജീവിതത്തിൽ ദൈവസ്തുതി പറഞ്ഞ അനുഭവങ്ങൾ നാം ശ്രവിക്കുമ്പോൾ ഈ കൃപ നമ്മിലും നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
എൻ്റെ പേര് റോസ്ലി. ഞാൻ ഖത്തറിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. വചനം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനം 30:2. എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. എന്നെ ശ്രവിക്കുന്ന ശാലോം TV പ്രേക്ഷകരെ, ദൈവജനമേ, എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടുകാർ, കൂട്ടുകാർ, നേഴ്സസ് മിനിസ്ട്രിയിലെ ഓരോ കുടുംബാംഗങ്ങളും മറ്റു പല പ്രാർത്ഥനാ ഉള്ളവരും എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് സൗഖ്യം നൽകി. ചോദിപ്പിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും എന്ന് അരുളി ചെയ്ത നമ്മുടെ യേശുനാഥൻ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ശ്രവിക്കുന്നു എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ. 2020 സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ കഴുത്തിൻ്റെ ഒരു അൾട്രാസൗണ്ട് ചെയ്യുവാൻ ഇടയായി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരിൽ പലരും കഴുത്തിൻ്റെ ഇടതുഭാഗത്ത് ഒരു തടിപ്പുള്ളതായി പറയുകയും കൂടെ ജോലി ചെയ്യുന്ന പല ഡോക്ടേഴ്സിനെ കാണിക്കുകയും ചെയ്തു. കഴുത്തിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ മറ്റൊരു സ്റ്റാഫിൻ്റെ പ്രത്യേക നിർബന്ധപ്രകാരം ഒന്നുകൂടി ഡോക്ടറിനെ കാണിക്കുകയും ആ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ അൾട്രാസൗണ്ടിൻ്റെ റിസൾട്ട് വന്നു. അതിലിങ്ങനെ എഴുതിയിരുന്നു, കഴുത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി 18-ലേറെ മുഴകൾ, ചെറിയ ചെറിയ നോഡ്യൂൾസ് ഉള്ളതായി വന്നു. പിറ്റേ ദിവസം തന്നെ സെപ്റ്റംബർ 28 ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ചെയ്തു. 2-3 ദിവസങ്ങൾക്ക് ശേഷം റിസൾട്ട് വരികയും ഞാൻ തന്നെ ഫയൽ തുറന്നു നോക്കുകയും ചെയ്തു. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ തിരിച്ചും മറിച്ചും എൻ്റെ ഫയൽ തന്നെയാണോ എന്ന്, എൻ്റെ റിസൾട്ട് തന്നെയാണോ എന്ന് പല പ്രാവശ്യം നോക്കി. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, മാലിഗ്നൻ്റ് സെൽസ് ആർ സീൻ, പേപ്പിലറി തൈറോയിഡ് കാർസിനോമ എന്നതായിരുന്നു ഡയഗ്നോസിസ്. ഈ ഒരു നിമിഷത്തെ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു. കൂടെ ജോലി ചെയ്യുന്നവരിൽ പലരും റിസൾട്ട് കാണാൻ ഇടയാവുകയും എന്നെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. അതിനുശേഷം പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തു. MRI, ഹോൾ ബോഡി സ്കാൻ, CT സ്കാൻ, അങ്ങനെ പലതും ചെയ്തു. ഈ റിസൾട്ടുകൾ വന്നപ്പോൾ അതിൽ ഇങ്ങനെയായിരുന്നു, മെറ്റാസ്റ്റാസിസ് കനോട്ട് ബി അവോയ്ഡഡ്. അതായത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള അവയവങ്ങളിലേക്ക് ഈ ക്യാൻസർ സെൽ ബാധിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ നോഡ്യൂൾസ് ഉണ്ട്. ലിവറിൽ 10-ലേറെ നോഡ്യൂൾസ് ഉണ്ട് എന്നതായിരുന്നു. ഹല്ലേലൂയ. ഈ സമയത്തെല്ലാം എൻ്റെ ഫാമിലി ഇവിടെ ഇല്ലായിരുന്നു. എനിക്ക് 3 കുട്ടികളാണുള്ളത്. അവരുടെ ഉപരിപഠനത്തിനായി ഭർത്താവ് നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഈ സമയത്തെല്ലാം ഞാൻ തനിച്ചായിരുന്നു. എൻ്റെ മനസ്സിലോട്ട്
എപ്പോഴും കടന്നു വരുന്ന ഒരു ചിന്തയായിരുന്നു സഹനങ്ങൾ ഈശോയോട് അടുക്കുവാൻ ഉള്ള അവസരങ്ങളാണ് എന്നത്. ഈ ബോധ്യവും എനിക്ക് കിട്ടിയത് നേഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മയിലൂടെയാണ്. മെറ്റാസ്റ്റാസിസ് എന്ന റിസൾട്ട് വന്നപ്പോൾ ഞാൻ പല പ്രാർത്ഥനാ കൂട്ടായ്മകളിലും പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും നേഴ്സസ് മിനിസ്ട്രിയിൽ പ്രത്യേകമായി എനിക്ക് വേണ്ടി ഫാസ്റ്റിംഗ് പ്രയറും ചെയിൻ പ്രയറും നടത്തുകയും ചെയ്തു. ഈ അവസരത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിൽ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ളവർ ഒന്നു ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും എനിക്ക് വേണ്ടി പ്രത്യേകമായി ഫാസ്റ്റിംഗ് പ്രയറും ചെയിൻ പ്രയറും നടത്തുകയും ചെയ്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്നതെന്തും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നിറവേറ്റി തരും. 2 അതിലധികം പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ മാത്രമല്ല, ഒത്തിരിയേറെ കൂട്ടായ്മയിലുള്ളവരാണ്. ഹല്ലേലൂയ. ഈ സമയങ്ങളിലെല്ലാം എനിക്ക് പ്രാർത്ഥിക്കുവാനോ സുവിശേഷം വായിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ നാവിൽ വരുന്ന ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഞങ്ങൾക്കായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ സുഖപ്പെടുത്തണമേ എന്ന് മാത്രമായിരുന്നു. അത് പല ആവർത്തി ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. 2020 ഒക്ടോബർ 13-ാം തീയതി എനിക്ക് ടോട്ടൽ തൈറോയിഡക്ടമി ചെയ്യുകയും കഴുത്തിന് ചുറ്റുമുള്ള 18 നോഡ്യൂളുകളിൽ നിന്ന് ബയോപ്സിക്ക് അയക്കുകയും ചെയ്തു. ഈ സമയങ്ങളിലെല്ലാം എൻ്റെ ഭർത്താവ് നാട്ടിലായിരുന്നു. ദോഹയ്ക്ക് വരുവാൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ഈ വിഷയത്തിനു വേണ്ടിയും നേഴ്സസ് മിനിസ്ട്രിയിൽ പ്രത്യേകമായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഓപ്പറേഷന് ശേഷം അദ്ദേഹത്തിന് ദോഹയ്ക്ക് വരുവാൻ കഴിയുകയും ചെയ്തു. ഹല്ലേലൂയ. ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഈ 18 നോഡ്യൂളുകളിൽ നിന്നും ബയോപ്സിക്ക് അയച്ചിരുന്നുവെങ്കിലും ഒരു നോഡ്യൂളിൽ 0.1 വളരെ മിനിമലായിട്ട് മാത്രം തൈറോയിഡ് കാർസിനോമ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ് ഞാൻ കണ്ടത്. അന്ന് ഡോക്ടർ അൾട്രാസൗണ്ട് ചെയ്ത് നീഡിൽ ബയോപ്സി അയച്ചത് ആ ഒരു നോഡ്യൂളിൽ നിന്നും മാത്രമായിരുന്നു. മറ്റേതെങ്കിലും ഒരു നോഡ്യൂളിൽ നിന്നാണ് ബയോപ്സി അന്ന് അയച്ചിരുന്നത് എങ്കിൽ ഈ കാർസിനോമ സെല്ലിനെ ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയൊരു മഹത്വമാണ് നമുക്കവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. പിന്നീട് ഈ കാർസിനോമ സെൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടുണ്ടോ എന്നറിയുവാനായി പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തു. MRI സ്കാൻ, CT സ്കാൻ, അങ്ങനെ പല സ്കാനിങ്ങുകൾ നടത്തി. ഒടുവിൽ ഇതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ലിവറിൽ 10-ലേറെ നോഡ്യൂളുകൾ ഉള്ളതായി കണ്ടു. അതിൽ നിന്നും ബയോപ്സി എടുക്കാം എന്നായിരുന്നു ഇവിടെ ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്നാൽ ഒരു സെക്കൻഡ് ഒപ്പീനിയനു വേണ്ടി ഈ കാർസിനോമയുടെ ട്രീറ്റ്മെൻറ്റിനും കൂടി വേണ്ടി ഞങ്ങൾ നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു.
അങ്ങനെ ഡിസംബർ 6-ാം തീയതി ഞങ്ങൾ നാട്ടിലേക്ക് പോയി. നേരത്തെ കൂട്ടി അപ്പോയിൻമെൻ്റ് എടുത്തതനുസരിച്ച് പിറ്റേ ദിവസം തന്നെ എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം സ്കാനിങ്ങുകൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു. റിസൾട്ട് അറിയുവാനായി ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തോട്ട് അതിനടുത്ത ദിവസം പോയി. റിസൾട്ട് വന്നു. ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, 95% ഇത് മെറ്റാസ്റ്റാസിസ് അല്ല. ഹല്ലേലൂയ. 100% ഉറപ്പ് തരണമെങ്കിൽ ലിവറിൽ നിന്നും ബയോപ്സി എടുക്കണം. പക്ഷേ ലിവറിലുള്ള നോഡ്യൂളുകൾ വളരെ ചെറുതാണ്. അതിൽ നിന്നും ബയോപ്സി എടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതല്ല. അഥവാ നമ്മൾ ബയോപ്സി ചെയ്താൽ തന്നെ അതിന് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ തൈറോയിഡ് കാഴ്സിനോമയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റിനായി അവിടെ അഡ്മിറ്റ് ആവുകയും 3 ദിവസത്തിന് ശേഷം എന്നെ ഡിസ്ചാർജ് ആക്കുകയും ചെയ്തു. ഡിസ്ചാർജിന് മുൻപ് ഒരു പ്രാവശ്യം കൂടി സ്കാനിങ് റിപ്പീറ്റ് ചെയ്യുകയുണ്ടായി. ആ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു, തൈറോയിഡിൻ്റെ കാഴ്സിനോമ സെൽ മറ്റ് ശരീരഭാഗങ്ങളിലൊന്നും ഇല്ല എന്ന്. ഹല്ലേലൂയ. യേശുവിൻ്റെ മഹത്വമാണ് നമ്മളിവിടെ കാണുന്നത്. ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. ആവശ്യങ്ങൾ അറിയുന്ന ദൈവം അവിടുത്തെ കരം നൽകി നമ്മളെ സമയാസമയങ്ങളിൽ ഉയർത്തും. നമ്മുടെ സങ്കല്പങ്ങൾക്കും അതീതമായ ഒരു ദൈവമാണ് നമ്മുടേത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 24 ഇങ്ങനെ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിപ്പിൻ, അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. 6 മാസങ്ങൾക്ക് ശേഷം 2021 ജൂൺ 2-ാം തീയതി സ്കാനിങ് റിപ്പീറ്റ് ചെയ്യുകയുണ്ടായി. അതിൽ കാഴ്സിനോമ സെൽ ഒന്നുമില്ല എന്ന് ഡോക്ടർ പറയുകയും ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തൊന്നും ക്യാൻസർ ഇല്ല എന്നും പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കിട്ടിയ ഈ നിമിഷത്തെ ഓർത്ത് യേശുവിന് 1000 നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ ശക്തമായ ഇടപെടലുകളെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞ ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. കർത്താവിൻ്റെ കരുണ അനുഭവിച്ചറിഞ്ഞ ഉമ്മൽക്കോയ് നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഈ സഹോദരിയെ നാം ശ്രവിക്കുമ്പോൾ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കാനുള്ള അനുഗ്രഹം നമുക്കവിടെ നൽകട്ടെ. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ബെൻസി. ഞാൻ ഉമ്മൽക്കോയിനിൽ ഒരു സ്കൂൾ നഴ്സായി വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡിൻ്റെ പേര് ബെന്നി. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. 2016 മുതൽ 1.5 വർഷക്കാലം ഞാൻ ജോലിക്കായി തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്യും, പാസ്സാവും. പക്ഷേ പലവിധ തടസ്സങ്ങളാൽ എനിക്ക് ജോലി ലഭിക്കുകയില്ല. ആ അവസരത്തിലാണ് എനിക്ക് റാസൽ കൈമയിൽ നഴ്സസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാനിടയായത്. ആ ധ്യാനത്തിൽ ധ്യാനഗുരുവായിരുന്ന ജോയി അച്ഛൻ്റെ ധ്യാന വിഷയം ദൈവത്തിന് 1-ാം സ്ഥാനം നൽകിക്കൊണ്ടുള്ള ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു. അന്നുവരെ ഞാൻ ജോലിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ധ്യാനത്തിൽ പങ്കെടുത്തത് മുതൽ ഞാൻ എൻ്റെ ഈശോയ്ക്ക് 1-ാം സ്ഥാനം നൽകിക്കൊണ്ട് ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു. അന്നു മുതൽ എനിക്കങ്ങോട്ട്
അനുഗ്രഹങ്ങളുടെ പൂമഴയായിരുന്നു. തൊട്ടടുത്ത മാസം തന്നെ എനിക്ക് ഇവിടെ നല്ലൊരു ജോലി ലഭിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് നാട്ടിൽ PSCയുടെ ക്ലിയറൻസ് കംപ്ലീറ്റ് ആക്കുവാനും അതുപോലെ യൂറോപ്പിലേക്കുള്ള ഒരു സാധ്യതയും ദൈവം എനിക്ക് തുറന്നു തന്നു. എൻ്റെ ജീവിതത്തിൽ 1000 അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ എൻ്റെ സ്വന്തം ദൈവത്തിന് ഒത്തിരി നന്ദി. വിശുദ്ധ എലിസബത്ത് ആൻസെറ്റോൺ ഇപ്രകാരം പറയുന്നു: നിരാശകളിൽ നമ്മുടെ ഹൃദയം രക്ഷകളിലേക്ക് തിരിയണം, എന്തെന്നാൽ യേശു നമ്മെ ഒരിക്കലും കൈവിടില്ല. വിശുദ്ധയുടെ ഈ വാക്കുകൾ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് ശക്തി പകരട്ടെ. അതോടൊപ്പം അനേകരുടെ ഹൃദയവേദനകളിൽ ഈശോയെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.